ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മസിൽ റിലാക്സൻസിലെ അട്രാക്ടോറിയം ബേസിലേറ്റ് ഇഞ്ചക്ഷനെ പറ്റിയിട്ടുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് അട്രാക്ടോറിയം ബേസിലേറ്റ് ഇഞ്ചക്ഷൻ ഏത് ക്ലാസിഫിക്കേഷനിൽ വരും എന്നുള്ളത് നോക്കാം. നമ്മൾ ഓൾറെഡി മസിൽ റിലാക്സന്റിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മസിൽ റിലാക്സൻസ്, ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസ് എന്നും നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസ് എന്നും. ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസിലെ മറ്റ് രണ്ട് ഇഞ്ചക്ഷൻസ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് റോക്രോണിയം ബ്രോമൈഡും പെക്രോണിയം ബ്രോമൈഡും. അത് കാണാത്തവർ അതുകൂടെ ഒന്ന് ചെന്ന് കണ്ടു നോക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ അതിന്റെ ഡൗട്ട്സ് കമന്റ് സെക്ഷനിലും കൂടി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസിലെ അട്രാക്ടോറിയം ബേസിലേറ്റിനെ പറ്റിയിട്ടാണ്. നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻ പിന്നെയും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് കെമിക്കൽ സ്ട്രക്ചർ, അതോടൊപ്പം തന്നെ ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. അതിൽ ഓൺ ദ ബേസിസ് ഓഫ് കെമിക്കൽ സ്ട്രക്ചറിൽ പിന്നെയും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതായത് സ്റ്റിറോയിഡൽ കോമ്പൗണ്ട്സും ബെൻസിൽ ഐസോക്യൂനോലൈൻ കോമ്പൗണ്ട്സും. അതിൽ ബെൻസിൽ ഐസോക്യൂനോലൈൻ കോമ്പൗണ്ട്സിൽ വരുന്നതാണ് അട്രാക്ടോറിയം ബേസിലേറ്റ് എന്ന് പറയുന്ന ഡ്രഗ്. നമ്മൾ മുന്നേ ചെയ്ത വീഡിയോസിൽ ഉണ്ടായിരുന്ന രണ്ട് ഡ്രഗും സ്റ്റിറോയിഡൽ കോമ്പൗണ്ട്സിൽ ഉള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ ബെൻസിൽ ഐസോക്യൂനോലൈൻ കോമ്പൗണ്ട്സ് പിന്നെയും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഏജന്റ്സ് യൂസ്ഡ് നൗഎഡേയ്സും ഏജന്റ്സ് നോട്ട് യൂസ്ഡ് നൗഎഡേയ്സും. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏജന്റ്സ് യൂസ്ഡ് നൗഎഡേയ്സ് എന്നത് ഏത് ഡ്രഗ് ആണെന്ന് നോക്കാം. അട്രാക്ടോറിയം ബേസിലേറ്റ് ആണ്. ഇനി നമുക്ക് അട്രാക്ടോറിയം ബേസിലേറ്റിന്റെ എക്സ്പ്ലനേഷൻസിലേക്ക് പോകാം. അവൈലബിൾ ആസ് അട്രാക്ടോറിയം ബേസിലേറ്റ്. നമ്മൾ ഏത് ഡ്രഗ് പഠിക്കുമ്പോഴും ആ ഡ്രഗിന്റെ ഫുൾ നെയിം അറിഞ്ഞിരിക്കണം. നമുക്കിപ്പോ എന്താ പറയാ, നമ്മൾ എമിസെറ്റ് എന്ന് പറയും, പക്ഷെ ആ ഡ്രഗിന്റെ ഫുൾ നെയിം ആയിട്ട് ഓണ്ടാസെട്രോൺ, നമ്മൾ അതും പഠിച്ചു വെച്ചിരിക്കണം. അതോടൊപ്പം നമ്മൾ അട്രാക്ടോറിയം എന്ന് മാത്രം എക്സാമിന് എഴുതരുത്, അട്രാക്ടോറിയം ബേസിലേറ്റ് എന്ന് ഫുൾ നെയിം ആയിട്ട് വേണം ഓരോ ഇഞ്ചക്ഷൻസിന്റെയും നെയിം റൈറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ടു ബി സ്റ്റോർഡ് ഇൻ 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം നമ്മൾ അട്രാക്ടോറിയം ബേസിലേറ്റ് ഇഞ്ചക്ഷൻ സ്റ്റോർ ചെയ്യേണ്ടത്, അതായത് റെഫ്രിജറേറ്ററിലായിരിക്കണം വെച്ചിരിക്കേണ്ടത്, ഫ്രീസറിലല്ല. ഇനി നമുക്ക് അട്രാക്ടോറിയം ബേസിലേറ്റിന്റെ ഫാർമക്കോ കൈനറ്റിക്സ് നോക്കാം. ഫാർമക്കോ കൈനറ്റിക്സിനകത്ത് വരുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡോസ്, ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, അതോടൊപ്പം മെറ്റബോളിസം കൂടി ഉണ്ട് കേട്ടോ. ഡോസ് എന്ന് പറയുന്നത് 0.5 mg/kg ആണ്. ഇത് 1 kg ഓഫ് പേഷ്യന്റ് 1 kgക്ക് 0.5 mg. ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അട്രാക്ടോറിയം ബേസിലേറ്റ് എന്ന് പറയുന്ന മസിൽ റിലാക്സന്റ് പേഷ്യൻസിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഇനി ഓൺസെറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് 2 to 3 മിനിറ്റ് ആണ്. നമ്മൾ ഈ ഡ്രഗ് കൊടുത്തതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ആ ഡ്രഗിന്റെ ആക്ഷൻ ഉണ്ടാകുന്നത്. ദെൻ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് 15 to 20 മിനിറ്റ്സ് ആണ്. അതായത് ഒരു 15 മുതൽ 20 മിനിറ്റോളം ആ ഡ്രഗിന്റെ ആക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ പേഷ്യന്റ് റിലാക്സേഷൻ പോവുകയും നമ്മൾ സെക്കൻഡ് ഡോസ് ഓഫ് അട്രാക്ടോറിയം കൊടുക്കേണ്ടതുമായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് മെറ്റബോളിസം നോക്കാം. മെറ്റബോളിസം, ഇറ്റ് അണ്ടർഗോസ് സ്പോണ്ടേനിയസ് ഡീഗ്രഡേഷൻ ഇൻ പ്ലാസ്മ കോൾഡ് ഹോഫ്മാൻ ഡീഗ്രഡേഷൻ. ഇതൊരു വൈവ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് വൈവയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്റെ വൈവയ്ക്ക് ഡോക്ടർ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അട്രാക്ടോറിയം ബേസിലേറ്റിന്റെ മെറ്റബോളിസം, അതിന് ഒരു പേരുണ്ട്, എന്താണ് ആ പേര് എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് കേട്ടോ. അപ്പൊ അതിന്റെ പേരെന്ന് പറയുന്നത് ഹോഫ്മാൻ ഡീഗ്രഡേഷൻ എന്നാണ്. അത് മറന്നു പോവാതെ നോട്ട് ചെയ്ത് വെക്കാട്ടോ. അതായത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡീഗ്രഡേഷൻ ആണ് ഇതിന്റെ മെറ്റബോളിസത്തിൽ കൂടി നടക്കുന്നത് പ്ലാസ്മയിൽ. അതിനെ നമ്മൾ ഹോഫ്മാൻ ഡീഗ്രഡേഷൻ എന്നാണ് പറയുന്നത്. അപ്പം മറന്നു പോകരുത്, അട്രാക്ടോറിയം ബേസിലേറ്റിന്റെ മെറ്റബോളിസത്തിനെ പറയുന്നതാണ് ഹോഫ്മാൻ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. സിസ്റ്റമിക് എഫക്ട്സ്. അറ്റ് ഹയർ ഡോസസ് ഇറ്റ്സ് മെറ്റബോളിക് പ്രോഡക്റ്റ് ലോഡോനോസിൻ can cross blood-brain barrier and can produce convulsions. ഇത് ഹയർ ഡോസസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മെറ്റബോളിക് പ്രോഡക്റ്റ് ആയിട്ടുള്ള ലോഡോനോസിൻ അത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യാനും അതോടൊപ്പം തന്നെ കൺവൾഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കറക്റ്റ് ഡോസേജ് ഓഫ് മെഡിസിൻസ് മാത്രം പേഷ്യൻസിന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ദെൻ പ്രൊഡ്യൂസ് അലർജിക് റിയാക്ഷൻസ്. അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ന്യൂററ്റിക് റാഷ് ടു ആൻജിയോ ന്യൂററ്റിക് എഡിമ.
അതോടൊപ്പം ബ്രോങ്കോസ്പാസം ആൻഡ് ഹൈപ്പോടെൻഷൻ. അപ്പോൾ ഇത്രയുമാണ് സിസ്റ്റമിക് എഫക്ട്സ് ഓഫ് അട്രാക്യൂറിയം ബേസിലേറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഡ്രഗിന്റെ യൂസസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇനി നമുക്ക് അട്രാക്യൂറിയം ബേസിലേറ്റ് ഇഞ്ചക്ഷന്റെ യൂസസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. യൂസസ്: ആസ് അട്രാക്യൂറിയം മെറ്റബോളിസം ഈസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ ഹെപ്പാറ്റിക് ഓർ റീനൽ ഫങ്ഷൻസ്, ഇറ്റ് ഈസ് റിലാക്സന്റ് ഓഫ് ചോയ്സ് ഫോർ. അതായത് അട്രാക്യൂറത്തിന്റെ മെറ്റബോളിസം ഹെപ്പാറ്റിക്കിനോ റീനൽ ഫംഗ്ഷനെയോ ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് അട്രാക്യൂറിയം എന്ന് പറയുന്ന ഡ്രഗ് ഹെപ്പാറ്റിക് ഫെയിലിയർ ഉള്ള പേഷ്യൻസിന്, അതോടൊപ്പം തന്നെ റീനൽ ഫെയിലിയർ വരുന്ന പേഷ്യൻസിനും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ദെൻ യൂസ് ചെയ്യാൻ പറ്റുന്നത് ന്യൂ ബോൺ, അതായത് ഇമ്മച്വർ ഹെപ്പാറ്റിക് ഓർ റീനൽ ഫംഗ്ഷൻ ആയിട്ടുള്ളവർക്കും നമുക്ക് അട്രാക്യൂറിയം ബേസിലേറ്റ് മസിൽ റിലാക്സന്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓൾഡ് ഏജ്, അതായത് ഇമ്പയർഡ് ഹെപ്പാറ്റിക് ഓർ റീനൽ ഫംഗ്ഷൻ ഉള്ളവർക്കും അട്രാക്യൂറിയം ബേസിലേറ്റ് നമുക്ക് പ്രിഫറബിൾ ആണ്. ദെൻ മെറ്റബോളിസം ഓഫ് അട്രാക്യൂറിയം ഈസ് ഗ്യാരണ്ടീഡ്, ദെയർ ഈസ് നോ റിസ്ക്. അതായത് അട്രാക്യൂറിയം ബേസിലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെറ്റബോളിസം കാരണം ഒരു റിസ്ക്കും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഹെപ്പാറ്റിക് ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനും റീനൽ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനും മസിൽ റിലാക്സന്റ് ആയിട്ട് അട്രാക്യൂറിയം ബേസിലേറ്റിനെ പ്രിഫർ ചെയ്യുന്നത്. ദെൻ ന്യൂറോമസ്കുലർ ഡിസീസസ് ലൈക്ക് മയാസ്തീനിയ ഗ്രേവിസ്, ഇങ്ങനെയുള്ള ഡിസീസസിനും നമുക്ക് അട്രാക്യൂറിയം ബേസിലേറ്റ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ പ്രിഫറബിൾ ആണ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അതോടൊപ്പം ഇനി എന്തെങ്കിലും ടോപ്പിക്സ് എടുത്ത് തരണം എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുക. എന്തായാലും ഞാൻ എടുത്ത് തരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.